നമ്മുടെ രാജ്യം അതിനിർണായകമായ മറ്റൊരു പൊതു തിരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. കേരളത്തിൽ വോട്ടെടുപ്പ് നടന്ന് ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. 39 ദിവസമാണ് വോട്ടെണ്ണൽ നടക്കുക, അതായത് ജൂൺ 4. ഏറ്റവും നീണ്ട കാത്തിരിപ്പാണിത്. ഇതിനു മുൻപ് ദീർഘമായ കാത്തിരിപ്പ് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു. 36 ദിവസമായിരുന്നു അന്നത്തെ കാത്തിരിപ്പ്. 2009 2019 ലോക്സഭയിലേക്കും 2011 നിയമസഭയിലേക്കും നടന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലമറിയാൻ 30 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്ന് 26 ദിവസത്തിനു ശേഷമായിരുന്നു വോട്ടെണ്ണൽ. 1999 25 ദിവസം, 96 11 ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 960 മുതൽ മറ്റവസരങ്ങളിൽ വോട്ടെണ്ണൽ തുടങ്ങാൻ 4 ദിവസത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ 1980 മുതൽ 2019 വരെ LDF UDF മുന്നണികൾ രൂപം കൊണ്ട 1980 മുതൽ 2019 വരെ ആകെ 11 തിരഞ്ഞെടുപ്പുകളാണ് നടന്നത്. ഇതിൽ 8 തവണ UDFും 2 തവണ LDFും മുന്നിലെത്തി. 1996 രണ്ട് മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. 1980 2004 LDF മുന്നിലെത്തിയതെങ്കിൽ ബാക്കിയുള്ള 96 ഒഴികെയുള്ള ബാക്കി തിരഞ്ഞെടുപ്പുകളെല്ലാം UDF ആയിരുന്നു മുന്നിൽ. LDFിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം 2004 നേടിയ 18 സീറ്റാണ്. UDFിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം കഴിഞ്ഞ ഇലക്ഷനിൽ 2019 നേടിയ 19 സീറ്റുമാണ്. 2019 ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് 19 സീറ്റ് UDFിനും 1 സീറ്റ് LDFിനുമായിരുന്നു. ഇത് 2021 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ 6 സീറ്റിൽ UDFും 14 സീറ്റിൽ LDFുമാണ് മുന്നിൽ. ഇത്തവണ 2024 ഇലക്ഷനിൽ ആകെ 194 സ്ഥാനാർത്ഥികളാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ നിന്നായി ജനവിധി തേടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ 14 സ്ഥാനാർത്ഥികളുള്ള കോട്ടയവും ഏറ്റവും കുറവ് 5 സ്ഥാനാർത്ഥികളുള്ള ആലത്തൂരുമാണ്. കാസർഗോഡ് മണ്ഡലത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ CPM 30 വർഷം കുത്തയാക്കിയ സീറ്റാണ് കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ പിടിച്ചെടുത്തത്. കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ UDFിന് വേണ്ടി മത്സരിച്ച കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ CPMിലെ LDFിന് വേണ്ടി മത്സരിച്ച CPMിലെ KP സതീഷ് ചന്ദ്രനെ 40,438 വോട്ടുകൾക്കായിരുന്നു പരാജയപ്പെടുത്തിയത്. എന്നാൽ 2021 നിയമസഭാ കണക്കിലോട്ട് വന്നാൽ 1 ലക്ഷത്തിലേറെ വോട്ട് LDFിന് ലീഡുണ്ട്. ഇപ്രാവശ്യം കോൺഗ്രസിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താനും UDFിനായി കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താനും LDFിനായി CPMിലെ MV ബാലകൃഷ്ണനും NDA മുന്നണിക്കായി BJPയിലെ ML അശ്വിനിയുമാണ് പ്രധാന സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത്. ആകെ 9 സ്ഥാനാർത്ഥികളാണ് കാസർഗോഡ് മത്സരിക്കുന്നത്. കണ്ണൂരിലോട്ട് വന്നു കഴിഞ്ഞാൽ 1977 മുതൽ നടന്ന 12 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ 8 തവണയും കണ്ണൂർ തുണച്ചത് കോൺഗ്രസ് പക്ഷത്തെയായിരുന്നു. കഴിഞ്ഞ തവണ UDFിനായി മത്സരിച്ച കോൺഗ്രസിലെ K സുധാകരൻ ഏതാണ്ട് 94,559 വോട്ടുകൾക്കായിരുന്നു വിജയിച്ചത്. PK ശ്രീമതി ആയിരുന്നു അന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1,28,000 വോട്ടുകൾക്ക് LDFാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്രാവശ്യം UDFിനായി കോൺഗ്രസിലെ K സുധാകരൻ തന്നെയാണ് മത്സരിക്കുന്നത്. LDFിനായി CPMിലെ MV ജയരാജനും NDA മുന്നണിക്കായി BJPയിലെ C രഘുനാഥും മത്സരിക്കുന്നു. ആകെ 12 സ്ഥാനാർത്ഥികളാണ് കണ്ണൂരിലുള്ളത്. വടകരയിലോട്ട് വന്നു കഴിഞ്ഞാൽ 2009 മുതൽ ലോക്സഭാ ജയം ഇവിടെ UDFിനാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDFിനായി മത്സരിച്ച CPMിലെ P ജയരാജനേക്കാൾ 84,663 വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ UDF മുന്നണിയുടെ സ്ഥാനാർത്ഥി K മുരളീധരൻ്റെ ജയം. ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ 74,284 വോട്ടുകൾക്ക് LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്രാവശ്യം UDFിനായി കോൺഗ്രസിലെ ഷാഫി പറമ്പിലും LDFിനായി CPMിലെ KK ശൈലജയും NDA മുന്നണിക്കായി BJPയിലെ പ്രഫുൽ കൃഷ്ണയും മത്സരിക്കുന്നു. ആകെ 10 സ്ഥാനാർത്ഥികളാണുള്ളത്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 തവണയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത്
കോൺഗ്രസിലെ MK രാഘവനാണ്. കഴിഞ്ഞ തവണ CPMലെ A പ്രദീപ് കുമാറിനേക്കാൾ 85,225 വോട്ടുകൾ അധികം നേടിക്കൊണ്ടായിരുന്നു MK രാഘവൻ്റെ വിജയം. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ 1,16,940 വോട്ടുകളുടെ ഭൂരിപക്ഷം CPMനുണ്ട്. ഇപ്രാവശ്യം UDFനായി കോൺഗ്രസിലെ MK രാഘവൻ തന്നെ മത്സരിക്കുന്നു. LDFനായി CPMലെ എളമരം കരീമും NDA മുന്നണിക്കായി BJPയിലെ MT രമേശും മത്സരിക്കുന്നു. ആകെ 13 സ്ഥാനാർത്ഥികളാണ് കോഴിക്കോട് മണ്ഡലത്തിലുള്ളത്. വയനാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ 2 ദേശീയ നേതാക്കൾ തമ്മിലുള്ള മത്സരമാണ്. ഇവിടെ കഴിഞ്ഞ തവണ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ലോക്സഭയിലിട്ട് ജയിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയായിരുന്നു. CPIയിലെ PP സുനീറിനേക്കാൾ 4,31,770 വോട്ടുകൾ അധികം നേടിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്ത് നോക്കിയാലും UDFനാണ് ഇവിടെ മുൻതൂക്കം. പക്ഷേ ഭൂരിപക്ഷം 38,776 വോട്ടുകൾ മാത്രം. ഇപ്രാവശ്യവും കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി UDFനായി മത്സരിക്കുന്നു. CPIയിലെ ആനി രാജ LDF മുന്നണിക്കായും NDA മുന്നണിക്ക് വേണ്ടി BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മത്സരിക്കുന്നു. ആകെ 9 സ്ഥാനാർത്ഥികളാണ് വയനാടുള്ളത്. മലപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മണ്ഡലം പിറന്നതിന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി UDFനായി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി 2,60,253 വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു വിജയിച്ചത്. അന്ന് VP സാനുവായിരുന്നു CPM സ്ഥാനാർത്ഥി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണക്കെടുത്ത് നോക്കിയാലും UDFന് തന്നെയാണ് മുൻതൂക്കം. 1,18,443 വോട്ടുകൾ. ഇവിടെ ഇപ്രാവശ്യം മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൽ നിന്നുള്ള ET മുഹമ്മദ് ബഷീർ UDFനായും CPM സ്ഥാനാർത്ഥിയായി LDF മുന്നണി സ്ഥാനാർത്ഥിയായി V വസീഫും BJP NDA സ്ഥാനാർത്ഥിയായി ഡോക്ടർ അബ്ദുൽ സലാമും മത്സരിക്കുന്നു. ആകെ 8 സ്ഥാനാർത്ഥികളാണുള്ളത്. പൊന്നാനിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 47 വർഷമായി ലീഗിനെ കൈവിടാത്ത മണ്ഡലമാണ് പൊന്നാനി. കഴിഞ്ഞ തവണ ഇവിടെ 1,93,273 വോട്ടുകൾക്ക് ET മുഹമ്മദ് ബഷീറായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. UDFലെ മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീറായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. എതിരാളി ഇടത് സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്ത് നോക്കിയാലും ഇവിടെ UDFന് തന്നെയാണ് മുൻതൂക്കം. 9,772 വോട്ടുകൾ. ഇപ്രാവശ്യം മുസ്ലിം ലീഗിലെ MP അബ്ദുസമദ് സമദാന UDFനായും K സംസ CPMലെ K സംസ LDFനായും BJPയിലെ നിവേദിത സുബ്രഹ്മണ്യൻ NDA മുന്നണിക്കായും മത്സരിക്കുന്നു. ആകെ 8 സ്ഥാനാർത്ഥികളാണുള്ളത്. പാലക്കാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മുന്നണികളെയും വിജയിപ്പിച്ച ചരിത്രമുള്ള മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ CPMലെ MP രാജേഷിനേക്കാൾ 11,637 വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ 1,13,000 വോട്ടുകൾക്ക് CPM LDFനാണ് ഇവിടെ ലീഡ്. ഇപ്രാവശ്യം കോൺഗ്രസിലെ VK ശ്രീകണ്ഠനും CPMലെ A വിജയരാഘവനും BJPയിലെ C കൃഷ്ണകുമാറുമാണ് പ്രധാന സ്ഥാനാർത്ഥികൾ. ആകെ 10 സ്ഥാനാർത്ഥികൾ. ആലത്തൂരിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 1,58,968 വോട്ടുകൾക്ക് കോൺഗ്രസിലെ രമ്യ ഹരിദാസ് ആയിരുന്നു വിജയിച്ചത്. അന്ന് പരാജയപ്പെടുത്തത് CPMലെ PK ബിജുവിനെയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ 2,00,000 വോട്ടുകൾക്ക് CPMന് ലീഡുണ്ട്. ഇപ്രാവശ്യം കോൺഗ്രസിൻ്റെ രമ്യ ഹരിദാസും CPMലെ K രാധാകൃഷ്ണനും NDAയിൽ നിന്ന് BJPയിലെ TN സരസും മത്സരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുടെ മണ്ഡലമാണിത് ആലത്തൂർ. ആകെ 5 സ്ഥാനാർത്ഥികളാണ് ആലത്തൂരിൽ മത്സരിക്കുന്നത്. തൃശ്ശൂരിലോട്ട് വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയ മത്സരങ്ങളിലൊന്നാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ TN പ്രതാപൻ 93,633 വോട്ടുകൾക്ക് ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. രാജാജി മാത്യു തോമസ് CPIയിലെ രാജാജി മാത്യു തോമസ് ആയിരുന്നു എതിരാളി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ 1,32,329 വോട്ടുകൾക്ക് LDF ആണ് മുന്നിൽ. ഇപ്രാവശ്യം കോൺഗ്രസിലെ K മുരളീധരനും CPIയിലെ VS സുനിൽകുമാറും BJPയിലെ സുരേഷ് ഗോപിയും മത്സരിക്കുന്നു. ആകെ 9 സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിലുള്ളത്. ചാലക്കുടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ UDFൻ്റെ ശക്തി കേന്ദ്രമാണ്
എന്നാൽ 2014 ഇടതു സ്വതന്ത്രൻ ഇന്നസെൻ്റ് വിജയിച്ച മണ്ഡലം. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ബെന്നി ബെഹനാൻ ഇന്നസെൻറ്റിനേക്കാൾ 1,32,274 വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 10,000-ലേറെ വോട്ടുകൾക്ക് LDFന് മുൻതൂക്കമുണ്ട്. ഇപ്രാവശ്യം കോൺഗ്രസിൽ നിന്ന് ബെന്നി ബെഹനാനും CPMൽ നിന്ന് C രവീന്ദ്രനാഥും BDJSൽ നിന്ന് ND മുന്നണിക്ക് വേണ്ടി K ഉണ്ണികൃഷ്ണൻ മത്സരിക്കുന്നു. ആകെ 11 സ്ഥാനാർത്ഥികൾ. എറണാകുളത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുവരെയുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ ആകെ 2 വട്ടം മാത്രമേ ഇവിടെ നിന്ന് ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും UDFനായിരുന്നു മുൻതൂക്കം. കഴിഞ്ഞ തവണ 1,69,153 വോട്ടുകൾക്ക് P രാജുവിനെയായിരുന്നു ഹൈബി ഈഡൻ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച ഹൈബി ഈഡൻ ഇപ്രാവശ്യം കോൺഗ്രസിന് വേണ്ടി ഹൈബി ഈഡനും CPMന് വേണ്ടി KJ ഷൈനും NDAക്ക് വേണ്ടി ഡോക്ടർ KS രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് പ്രകാരം 9,976 വോട്ടുകൾക്ക് UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ആകെ 10 സ്ഥാനാർത്ഥികൾ. ഇടുക്കിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസ് 1,71,053 വോട്ടുകൾക്കായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. എതിരാളി ജോയ്സ് ജോർജ് ആയിരുന്നു. അതിനു മുൻപ് നടന്ന 2014 ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും ഡീൻ കുര്യാക്കോസ് കോൺഗ്രസിന് വേണ്ടിയും ജോയ്സ് ജോർജ് CPMന് വേണ്ടിയും BDJSലെ സംഗീത വിശ്വനാഥൻ NDA മുന്നണിക്ക് വേണ്ടിയും മത്സരിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് പ്രകാരം 33,000-ലേറെ വോട്ടുകൾക്ക് LDFനാണ് മുൻതൂക്കം. ആകെ 7 സ്ഥാനാർത്ഥികൾ. കോട്ടയത്തോട്ട് വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുടെ മണ്ഡലമാണ്. 12 തവണ UDF വിജയിച്ച മണ്ഡലമാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് പ്രകാരം അന്ന് UDF മുന്നിലായിരുന്ന കേരള കോൺഗ്രസ് MLA തോമസ് ചാഴിക്കാടനായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 1,06,253 വോട്ടുകൾക്കായിരുന്നു വിജയം. തോൽപ്പിച്ചത് CPMലെ VN വാസവനെ. ഇപ്രാവശ്യം അന്ന് UDFന് വേണ്ടി മത്സരിച്ച തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി LDFന് വേണ്ടി മത്സരിക്കുന്നു. കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജ് UDFന് വേണ്ടി മത്സരിക്കുന്നു. BDJSലെ തുഷാർ വെള്ളാപ്പള്ളി NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 29,360 വോട്ടുകൾക്ക് UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ആകെ 14 സ്ഥാനാർത്ഥികളുണ്ട്. ആലപ്പുഴയിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ LDF ജയിച്ച ഏക മണ്ഡലമാണ്. അന്ന് MM ആരിഫായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. തോൽപ്പിച്ചത് ഷാനിമോൾ ഉസ്മാനെ 10,474 വോട്ടുകൾക്കായിരുന്നു തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പ്രകാരം 646 വോട്ടുകൾക്ക് UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്രാവശ്യവും AM ആരിഫ് CPMനായി മത്സരിക്കുന്നു. KC വേണുഗോപാൽ കോൺഗ്രസിനായും ശോഭ സുരേന്ദ്രൻ BJPക്കായും മത്സരിക്കുന്നു. ആകെ 11 സ്ഥാനാർത്ഥികൾ. മാവേലിക്കരയിലോട്ട് വന്നു കഴിഞ്ഞാൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള 3 തെരഞ്ഞെടുപ്പിലും UDFനായിരുന്നു വിജയം. കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് 61,138 വോട്ടുകൾക്ക് ചിറ്റയം ഗോപകുമാറിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പ്രകാരം 96,000 ഏതാണ്ട് 1,00,000-ഓളം വോട്ടുകൾക്ക് LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്രാവശ്യം കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ മത്സരിക്കുന്നു. CPIക്ക് വേണ്ടി C അരുൺകുമാറും BDJSന് വേണ്ടി ബൈജു കലാശാലയും മത്സരിക്കുന്നു. ആകെ 9 സ്ഥാനാർത്ഥികൾ. പത്തനംതിട്ടയിലോട്ട് വന്നു കഴിഞ്ഞാൽ മണ്ഡലം രൂപീകരിച്ചത് മുതൽ UDFന് മുമ്പുള്ള ലോക്സഭാ മണ്ഡലമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 44,243 വോട്ടുകൾക്ക് ആൻഡോ ആൻ്റണി CPMലെ വീണ ജോർജിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പ്രകാരം 80,000-ലേറെ വോട്ടുകൾക്ക് LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്രാവശ്യം കോൺഗ്രസിലെ ആൻഡോ ആൻ്റണിയും CPMലെ TM തോമസ് ഐസക്കും BJPയിലെ അനിൽ ആൻ്റണിയുമാണ് മത്സരരംഗത്തുള്ളത്. ആകെ 8 സ്ഥാനാർത്ഥികളുണ്ട്. കൊല്ലത്തോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 തവണയായി ലോക്സഭാ മണ്ഡലം UDFൻ്റെ കയ്യിലാണ്. 2019 1,48,856 വോട്ടുകൾക്ക് CPMലെ KN ബാലഗോപാലിനെയായിരുന്നു NK പ്രേമചന്ദ്രൻ RSPയിലെ NK പ്രേമചന്ദ്രൻ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പ്രകാരം 1,00,000-ലേറെ വോട്ടുകൾക്ക് LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ ആകെ 12 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ UDFന് വേണ്ടി RSPയിലെ NK പ്രേമചന്ദ്രനും CPMലെ M മുകേഷും NDA സ്ഥാനാർത്ഥിയായി G കൃഷ്ണകുമാർ മത്സരിക്കുന്നു. ആറ്റിങ്ങലിലോട്ട് വന്നു കഴിഞ്ഞാൽ MPയും MLAയും കേന്ദ്രമന്ത്രിയും മത്സരിക്കുന്ന ഗ്ലാമർ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അടൂർ പ്രകാശിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തതായിരുന്നു.
സമ്പത്തിനെ CPMലെ സമ്പത്തിനെയായിരുന്നു അടൂർ പ്രകാശ് തോൽപ്പിച്ചത് 38,247 വോട്ടുകൾക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പ്രകാരം 1,26,000-ലേറെ വോട്ടുകൾക്ക് LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. ആകെ 7 സ്ഥാനാർത്ഥികൾ. അടൂർ പ്രകാശ് കോൺഗ്രസിന് വേണ്ടിയും വി ജോയ് CPMന് വേണ്ടിയും കേന്ദ്രമന്ത്രി വി മുരളീധരൻ BJP NDA മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു. അവസാന മണ്ഡലം തിരുവനന്തപുരത്തോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 1,00,000-ൻ്റെ അടുത്ത് ഭൂരിപക്ഷത്തിന് 99,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിലെ ശശി തരൂർ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. BJPയിലെ കുമ്മനം രാജശേഖരനെ. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ എടുത്തു നോക്കിയാൽ 1,00,000-ലേറെ വോട്ടുകൾക്ക് LDFനാണ് ഇവിടെ മുൻതൂക്കം. ഇപ്രാവശ്യം ആകെ 12 സ്ഥാനാർത്ഥികൾ. ഇതിൽ കോൺഗ്രസിന് വേണ്ടി ശശി തരൂരും BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും CPIക്ക് വേണ്ടി പന്ന്യൻ രവീന്ദ്രനും മത്സരിക്കുന്നു.